Happy birthday. Good morning, dear children. Can you hear me? Good morning. Okay. Then all of you type your present in chat box. Mark and the attendance. Mark attendance. Okay, then take your textbook. ഇന്നത്തെ റിവിഷൻ എന്തായിരുന്നു നമ്മുടെ താത്ത നാ പഠിച്ചു അല്ലെ? അതുവരെയായിരുന്നു നമ്മുടെ റിവിഷൻ കഴിഞ്ഞത് അല്ലേ? നെക്സ്റ്റ് റോയിലുള്ള ലെറ്റേഴ്സ് പ ഫ ബ ഫ മ. അതാണ് ഇന്ന് വായിപ്പിക്കാൻ പോകുന്നത്. Then first chance is Delvin Biju. Take page number 17 and read fast. ഇന്ന് ഞാൻ മിണ്ടില്ല. ഇത്രയും നാളും ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങളാണ് ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ടത്. എന്താണ് ഫസ്റ്റ് പിക്ചർ? എന്താണ് പിക്ചർ നെയിം പറയൂ. പലങ്ക എന്നല്ല, പലങ്ക്. പങ്ക. എന്താണ് കൈറ്റിന് എന്താണ് പറയാ? പിക്ചർ നോക്കി വായിക്ക്. നെക്സ്റ്റ് സ്പീഡില്. ബായല്ലല്ലോ നെക്സ്റ്റ് ലെറ്റർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നിതാശ. നിങ്ങൾ വായിച്ചു കഴിഞ്ഞവര് വേറെ ലോകത്തോട്ട് പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണം. മിസ്റ്റർ ചോദിക്കുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കണം. ഇപ്പൊ നിങ്ങൾ അവിടുന്ന് നിങ്ങൾ മ്യൂട്ട് ആണെങ്കിലും അവിടുന്ന് ഉറക്കെ പറയണം കേട്ടോ. നിതാശ നിങ്ങൾക്ക് തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. Bagan, basa, palu, basa, bavan. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചതാ അല്ലേ? ഇതൊക്കെ ചോദിച്ചതല്ലേ? മൊത്തത്തിലൊന്ന് ചോദിച്ചിരുന്നു അല്ലേ? ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് വായിച്ചു. അത് ആ ഓർഡറിലാകുമ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ? ഇടയ്ക്കൊന്ന് വെച്ച് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് അൻവിത. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്? ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ? Base, bas, base, bakeri, padang, base, bakeri, base. അൻവിത, ഡക്കിന് എന്താ പറയാ? ഡക്കിന് പതങ്ക. ഞാനത് കേട്ടു, അതോണ്ടാ ചോദിച്ച. വീണ്ടും ഡക്കിന് എന്താ പറയാ? പതങ്ക്. അപ്പോ ഫാൻ എന്താ പറയാ? ഫാൻ, സോറി, അല്ല കൈറ്റിന് എന്താ പറയാ? പതങ്ക്. അത് തന്നെയല്ലേ നീ ഡക്കിനും പറഞ്ഞത്? പതങ്ക്, കൈറ്റ്. ഡക്കിന് എന്താ പറയാ?
പതക്ക് അമ്മ പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്. അൻവിതയുടെ സൗണ്ട് കേൾക്കട്ടെ. ബാബു മിസ് എന്റെ അച്ഛൻ്റെ പേര് ബായി ഉണ്ട്. എന്തെന്ന്? എന്താണ് എന്താ അച്ഛന്റെ പേര്? ബാബു ബായാദ്യം ബാബു ആണ്. രണ്ട് ബായ ഉണ്ടത്. അതൊന്നല്ല എനിക്ക്. അതൊക്കെ കറക്റ്റ് ആണ്. അച്ഛന്റെ പേര് ബാബു. ഉറപ്പായി. ഡക്കിന്റെ പേരെന്താണ് ഹിന്ദിയില്? ഡക്കിന് എന്താ ഹിന്ദിയിൽ പറയാ? ആർക്ക് പറയാ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. മ്യൂട്ട് ചെയ്യ. ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ. ബദക്ക് എന്നാ പറയാ അൻവിത? ബദക്ക് എന്താണ്? ബദക്ക്. ബദക്ക്. ഇനി ബദക്ക് പറഞ്ഞേക്കരുത് കേട്ടോ. ആദിഷ് മതി. ആദിഷ്. പാസെ പലം പാസെ പങ്ക സെ പദം ഫാസെ ഫർസ ഫാസെ ഫൽ ഫാസെ ഫൂൽ ആസെ ബസ് ആസെ പദം പദക് ആസെ ബക്കരി ബാസെ ബബൻ ഭഗത് ബാലു ഭവൻ അറിയില്ല അല്ലേ? ബസ് അതല്ലേ വായിച്ചതിപ്പോ? ബസ് ബദക്ക് ബക്കരി വായിച്ചില്ലേ? ആദിഷിന്റെ അമ്മ എവിടെ? ആദിഷ് എല്ലാരോടും കൂടി ചോദിക്കുന്നതാണ്. എങ്ങനെയുണ്ട് ആദിഷിന്? വായിക്കാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിക്ചർ നിങ്ങൾ ഇടക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? പിക്ചർ നെയിം എന്താണ് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. ഓർഡറിലാണെങ്കിൽ ഈസിയാണ് അല്ലേ? ഇടക്കൊന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓർഡർ ഇല്ലാതെ നിങ്ങൾ ചോദിച്ചത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ലെറ്റേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലേറ്റിലോ റഫ് ബുക്കിലോ പെൻസിൽ കൊണ്ട് നിങ്ങൾ തന്നെ ഒരു ലെറ്റർ എഴുതുക. അതെന്താന്ന് ചോദിക്കുക കേട്ടോ. എല്ലാവരോടും കൂടിയാ പറയുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പിക്ചേഴ്സ് ഒക്കെ മാറി വരാം. അതുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ലുബാബ. പാസെ പലങ്ക് പാസെ പതങ്ക് പങ്ക പാസെ പതങ്ക് ഫാസെ ഫർസ ഫാസെ ഫലിതം. ഫലിതോ എന്താണ്? ഫ്രൂട്ട്സിന് പറയാ? ഫ്രൂട്ട്സിന് എന്താ പറയാ? ആർക്ക് പറയാ? ഫൽ. ഫാസെ ഫൂൽ. ബാസെ ബസ് ബാസെ ബദക് ബാസെ ബക്കരി ബാസെ ഭഗത് ബാസെ ബാലു ബാസെ ഭവൻ. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? മക്ക മാ മാസെ ബക്ക ബക്കാൻ
बा से മക്കാൻ മക്കാൻ. मगर, म से मछली, ഓക്കെ या ഓക്കെ. से या മതി മതി മതി. मकान, ബസ്. ലുബാബ या से मछली, ലുബാബ. ഓക്കെ വൈഗ. या മതി മോളെ. पासे पासे पग, पासे पलंग, पासे पंखा, पासे पतंग, फा फासे फासा, फासे फल, फासे फूल, बा बासे बस, बासे बदक, बासे बकरी, फा फासे फदक, फासे भगत, फासे फालू, फासे भवन, माँ से मकान, माँ से मगर, माँ से मछली, या മതി മതി മതി. വെരി ഗുഡ് വെരി ഗുഡ്. യാ മുതൽ ഹാ വരെയുള്ള നല്ല ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും അല്ലേ? അത് കുറേ ലാസ്റ്റ് പഠിച്ചത് കൊണ്ട് നല്ല ഈസി ആയിട്ട് പറയും. വൈഗയുടെ അമ്മ എവിടെ? ഓക്കെ. എങ്ങനെയുണ്ട് വൈഗ ക്ലാസ്? ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇടക്കെല്ലാം പറ്റുന്നുണ്ട്, പക്ഷെ ഓരോന്ന് കിട്ടുന്നില്ല ഇടക്കെന്ന് ചോദിക്കുമ്പോ. അതിപ്പോ ഈ റിവിഷൻ ക്ലാസ്സിൽ ഇടയ്ക്കൊന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആയി കാണും അല്ലേ? അല്ലെങ്കിൽ ഇവര് എക്സാമിന്റെ സമയത്ത് നല്ലപോലെ ബുദ്ധിമുട്ടിയാണ്. കാരണം അക്ഷരങ്ങള് അക്ഷരങ്ങൾ എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങള് പേരൻസ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവരെ നമ്മൾക്ക് സ്കൂളിൽ കിട്ടുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, സ്കൂളിലാണെങ്കിൽ നമ്മൾ ബോർഡിൽ ഇടയ്ക്കുന്നുള്ള ലെറ്റേഴ്സ് എഴുതിയിട്ട് അത് കുട്ടികളെ കൊണ്ട് പറയിക്കും നമ്മള്. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. UKG കുട്ടികൾ നമ്മൾ സ്കൂളിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് ടീച്ചേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ പേരൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, വീട്ടിൽ നിന്ന് ലെറ്റേഴ്സ്, ഇപ്പൊ വ്യഞ്ജനാക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങള്, സംയുക്താക്ഷരമായിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങള് കംപ്ലീറ്റ് ആയി. യാ മുതൽ ഹാ വരെയുള്ള ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് സ്ലേറ്റ് എടുത്ത് വെച്ച് ഓരോ ലെറ്റേഴ്സ് എടുക്കുന്നുള്ളത് ചോദിക്കുക. അതേപോലെ പിക്ചർ, മച്ചലി എന്നുള്ള പിക്ചർ കാണിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് ചോദിക്കണം. പഹല അക്ഷറിന് ഹിന്ദിയിൽ പറയും എന്താണ് ഫസ്റ്റ് ലെറ്റർ. അപ്പൊ മച്ചലി എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? മായാണ്. മാ സേ മച്ചലി. അപ്പൊ നമ്മൾ ആ സേ എന്ന് പറയുന്ന ആ ലെറ്റർ മാ സേ മച്ചലി. അതുപോലെ ബസ്, ബസിന്റെ പിക്ചർ കാണിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് പറയണം. എന്തായിരിക്കും വൈഗ ബസ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ? ബാ. ഓക്കെ. അപ്പം പിക്ചർ നമ്മൾക്കൊരു ധനുഷിന്റെ പിക്ചറാണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾക്ക് സർക്കിൾ ചെയ്യാൻ പറയും. കുറെ ലെറ്റേഴ്സ് തരും. ന, ക, ധ, ദ, കുറെ ലെറ്റേഴ്സ് തരും. ഏതാ പറയാ? ധനുഷിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാൻ വേണ്ടി ഇങ്ങനെ വരാം. ഒരു പതങ്കിന്റെ പിക്ചർ തരും, അല്ലെങ്കിൽ ഒരു പതങ്കിന്റെ പിക്ചർ തന്നിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ സർക്കിൾ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ലെറ്റേഴ്സ് തരുന്ന ഇങ്ങനെയായിരിക്കും. പ, ഫ, ബ തരും. ചിലപ്പോൾ നമ്മൾ പതങ്ക് എന്ന് നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും പൊട്ടത്തെറ്റായിട്ടല്ലേ, അല്ലെങ്കിൽ ബതങ്ക് എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് ബ എന്ന് പറയുമ്പോൾ ബായായിരിക്കും സർക്കിൾ ചെയ്യുന്നത്. അപ്പൊ അത് തെറ്റാണ്. പതങ്ക് എന്ന് തന്നെ പഠിക്കണം. പ സേ പതങ്ക്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ പ. പായ് എന്ന ലെറ്ററിനാണ് നമ്മൾ സർക്കിൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഫസ്റ്റ് ഹിന്ദിയുടെ എക്സാം എങ്ങനെയാണ് നമ്മൾക്ക് അറിയുന്നില്ല അല്ലേ? നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു. ഫസ്റ്റ് പീരിയോഡിക്കൽ എക്സാമിന് എങ്ങനെയാണോ ഗൂഗിൾ ഫോമിൽ ഉണ്ട് അതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഒന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയി കാണും, എങ്ങനെയാണ് ഹിന്ദി വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരിക. കുറെ പിക്ചേഴ്സ് തരും. ആ പിക്ചേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ എഴുതാന്നല്ല സർക്കിൾ ചെയ്യാം. കുറെ ലെറ്റേഴ്സ് തരും സെയിം ആയ. പ, ഫ, ബ, ഫ, മ. അതുപോലെ ക, ഖ, ഗ, ഖ, ങ. നിങ്ങൾക്ക് കാസെ എന്താണ് പഠിച്ചത് നമ്മള്? കാസെ കബൂത്തർ, കമൽ, കലശ് എന്നുള്ളത് തോന്നുന്നു അല്ലെ? ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കബൂത്തറിന്റെ പിക്ചറാ തന്നെങ്കിൽ ക, ഖ, ഗ, ഖ 4 ലെറ്റേഴ്സും നമ്മളിപ്പോ ക ക ക ക എന്ന് പഠിച്ചു പോയെങ്കിൽ നമ്മൾക്ക് കബൂത്തറിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വിഷമമാണ്. അപ്പൊ ആ ലെറ്റേഴ്സിന്റെ ഉച്ചാരണം ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഖർഗോഷ് എന്നുള്ളൊരു പിക്ചർ വന്നാൽ തന്നെ
ഖർഗോശ് എന്നാണ് പഠിച്ചെങ്കിൽ നമ്മൾ ക എന്ന ലെറ്ററിനെ മാത്രമേ സർക്കിൾ ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ അത് തെറ്റാവും. ഖർഗോശ് അപ്പൊ ഏതാണ് രണ്ടാമത്തെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ക ഖ ഗ ഘ ങ എന്നാൽ ആ റോയിലുള്ള രണ്ടാമത്തെ ഖായാണ് ഖർഗോശിന് വരിക. അപ്പൊ ഖർഗോശിന്റെ പിക്ചർ തന്നു, നിങ്ങളോട് പറയുന്നു അതിന്റെ ഫസ്റ്റ് ലെറ്ററിന് സർക്കിൾ ചെയ്യാൻ പറയുന്നു. ഖ സേ ഖർഗോശ്, ഖ എന്ന ഏത് ലെറ്റർ ആണോ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുള്ളത് അത് മാത്രമേ നമ്മൾക്ക് സർക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് സർക്കിൾ ചെയ്യാൻ പറ്റില്ല, തെറ്റായിരിക്കും ചെയ്യാം. അതുപോലെ തന്നെ ഗ എന്ന ഉച്ചാരണം, ആ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ഗജ് എന്നുള്ളൊരു പിക്ചർ തന്നു, നമുക്ക് ഗജ് എന്ന് ഒന്നും ആർക്കും അറിയില്ല, പേരൻസും ടീച്ചേഴ്സും ആരും ഹെൽപ്പ് ചെയ്യില്ല. ഫാത്തിമ ജാബിർ നമ്മുടെ എലിഫന്റിന്റെ പിക്ചർ തരും, അതിന്റെ ഗജ് എന്നുള്ള വാക്ക് നമുക്ക് അറിയാം അല്ലെ, എലിഫന്റ് എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് ഗജ് എന്നാണെന്ന് അറിയാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ മോൾ ഏത് എഴുതും ഫാത്തിമ? ഖായോ? എത്രാമത്തെ ലെറ്റർ ആണ്? കായാണോ രണ്ടാമത് വരുന്നതാണോ മൂന്നാമത് വരുന്നതാണോ നാലാമത് വരുന്നതാണോ? ഇതിൽ ഏത് ഗജ് എന്ന് എഴുതുന്നതിന്റെ ഗായാണ്. ഏത് ഗായ വരിക? അത് മോൾക്കൊന്ന് എഴുതി കാണിക്കാമോ? മിസ്സിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ. എന്തോ ഗജും ഹാത്തിയും ഒന്നല്ലേന്ന്. വെരി ഗുഡ്, ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ചോയ്സ് ഏതാണ്? ഫാത്തിമ എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. ഗജും ഹാത്തിയും ഒന്നാണ് അല്ലേ നമുക്ക്? അപ്പൊ ചോയ്സ് ഉണ്ടാവും ഇവിടെ. ഹായ് എന്ന ലെറ്റർ ഞാൻ തരും. ഹായ് എന്ന ഉമർ കേൾക്കുന്നുണ്ടോ? ഹായ് എന്ന ലെറ്റർ അവിടെ ഉണ്ടാവില്ല എങ്കിൽ മോൻ ഏത് ലെറ്റർ എഴുതും? ഗ എഴുതും. ചിലപ്പോ ഗ എന്ന ലെറ്റർ ഇല്ല, എന്നപ്പം അവിടെ ചോയ്സ് തന്നിരിക്കുന്നത് ഹ മ ക എന്നൊക്കെയാ തന്നിരിക്കുന്നത്. എന്നപ്പോ ഏത് ലെറ്റർ എഴുതും? അതാണ്. അപ്പൊ രണ്ട് കറക്റ്റ് ആയ ആൻസർ ഒരിക്കലും വരില്ല, അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ആയിഷ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോ. എന്താണ് ചിരിക്കാൻ വേണ്ടിട്ടാണോ കൈ ഉയർത്തിയേ? പറയേ. വായിക്കാത്ത കുറെ പേരുണ്ട് ഇവിടെ. ആയിഷ വായിച്ചോളൂ. പേജ് നമ്പർ 17. पंखा पतंग. ओके, वेरी गुड. Cool. Okay. Then listen. നിങ്ങൾക്ക് ലെറ്റേഴ്സ്, അതായത് സ്വരാക്ഷർ വ്യഞ്ജനാക്ഷർ, ഇത് നന്നായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണേ. നിങ്ങൾക്ക് ലെറ്റേഴ്സ് എക്സാമിന് ഉണ്ടാവും, മിസ്സിംഗ് ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ലെറ്റേഴ്സാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ക മുതൽ ഹ വരെയുള്ള ലെറ്റേഴ്സ് നന്നായിട്ട് എഴുതി പഠിക്കുക സ്ലേറ്റിൽ. നിങ്ങൾ ഇടയ്ക്കുന്ന് വെച്ച്, അതായത് ചാ ചാ ജാ ചാ ഞ ആ ലെറ്റർ എടുത്താൽ തന്നെ, ആ വരിയിലുള്ള ലെറ്റർ എടുത്താൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക്. ചാ എഴുതുക, അടുത്ത ലെറ്റർ ഡാഷ് ആണ്, ഇവിടെ ഡാഷ് ഇടുക, അടുത്ത ലെറ്റർ എഴുതി കൊടുക്കുന്നു, അടുത്ത ലെറ്റർ ഡാഷ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെ മിസ്സായ ലെറ്റേഴ്സ് കുട്ടികളോട് എഴുതാൻ പറയുക. അതൊരു റിവിഷനായിട്ട് ചെയ്യുക കേട്ടോ. റഫായിട്ട് എഴുതിയാൽ മതി, നോട്ട് ബുക്കിലല്ല, റഫായിട്ട് ചെയ്യാം. ഷഹൽ
Pa. Pase. Palangu. Pase panga. Pase pad. Pa. Dan padangu. Fa. Fase farsa. Fase fal. Fase fol. Ba. Base bas. Base badak. Base bagan. Bakeri. Ba. Base bakan. Badak. Base balu. Base bawen. Ma. Mase makan. Mase makan. Mase machili. വെരി ഗുഡ് വെരി ഗുഡ്. ഓർഡറിൽ വായിക്കുന്നതാണ് ഈസി ആയിട്ട് കിട്ടുന്നത് അല്ലേ? ഇടയ്ക്ക് വെച്ച് കഴിയുമ്പോൾ പോകുന്നത്. ഷഹലിന്റെ ഉമ്മയോട് പറഞ്ഞു കേട്ടില്ലേ? ഷഹലിന്റെ ഉമ്മയോടൊന്നല്ല, അവൻ അൺമ്യൂട്ട് ആയതുകൊണ്ട് പറഞ്ഞ. അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കുട്ടികൾക്ക്. ഇടയ്ക്ക് വെച്ച് അവർക്ക് മിസ്സിംഗ് ലെറ്റേഴ്സ് ഒക്കെ എഴുതാൻ കൊടുക്കണം. അല്ലെങ്കിൽ അവര് നന്നായിട്ട് എഴുതി പോകും അല്ലേ? ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കാം അല്ലേ എഴുതാൻ കിട്ടാത്തത് ഉണ്ടോന്ന് അറിയണ്ടേ? റിയാൻ Jase jagg. Jase jalebi. Jase jahaj. ജായോ പാ ഇത് വായിക്കടാ. പാ പാ ബാ പാ അമ്മ വായിക്ക. Pase. Pase. Bas. Base. Batak. Base. Bakari. Base bahwan. Base balu. Base bavan. Base bavan. Base balu. Base ഭാഷെ ഭഗത്ത് ഭാലു ഭവൻ. ഓക്കെ നെക്സ്റ്റ്. bavana. മാസെ മകാൻ മഗർ മച്ചലി. ഓക്കെ വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്താണ് ഇന്ന്? പാ പാ ബാ പാ മാ എഴുതണം. അത് നോട്ട് ബുക്കിൽ എഴുതുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേജിലായിട്ട് ഹോംവർക്ക് വന്നില്ലേ? ഇപ്പൊ ഷാസിൽ വായിച്ചില്ലേ? ഷാസിലെ മോനിപ്പോ നോട്ട് ബുക്കിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. നൂഹനെ ഞാൻ ഇന്ന് വിളിക്കൂല. ഷാസിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? എന്നോട് ചൊടിയാതെ ഞാൻ വിളിക്കാതെ നീ എന്നെ വിളിച്ചില്ലേ ഇപ്പൊ? നൂഹ ഷാസില് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? അതുപോലെ എല്ലാരും ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ താ മുതല് നാ വരെയുള്ള ഹോംവർക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. 3 ലെറ്റേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തേത് പാ ഫാ ബാ പാ മ ഇത് കൂടെ നിങ്ങൾ ക്ലാസ്സിൽ ഹാഫ് പേജ് എഴുതിയിട്ടുള്ളൂ. അതെന്തെങ്ങനെ? മടിയാണല്ലേ? അല്ലേ ഷാസിലെ? അത് പോരാ, ഞാൻ ഒരു പേജ് എഴുതാനാ പറഞ്ഞത്. സാധാരണ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഒരു ഹാഫ് പേജ് ഒക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. പിന്നെ ഒരു പേജ് എഴുതി പഠിക്കണം. ആ ലെറ്റേഴ്സ് പഠിക്കണ്ടേ നമ്മൾക്ക്? ഷഹൽ ഹിന്ദിയിൽ മോന്റെ പേര് എഴുതി കാണിക്കുവാണ്. വെരി ഗുഡ്. അതിൽ ചിഹ്നങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഈസിയാണ്. ഷ ഹ ല എന്ന് മാത്രം മതിയല്ലോ. അപ്പൊ ഷാസില് ഒരു പേജ് എഴുതി കംപ്ലീറ്റ് ആക്കുക. നെക്സ്റ്റ് നൂഹ അല്ലെങ്കിൽ എന്നോട് പിണങ്ങും വിളിച്ചില്ലെങ്കിൽ. നൂഹ എന്താണ് ഇപ്പൊ വിളിക്കുമ്പോ അൺമ്യൂട്ട് ആവുന്നില്ലേ?
നൂഹ അത് പലങ്ക് അതല്ല, അത് വായിക്കാനല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാ? യെസ് എവിടം വരെയായി ഹോംവർക്ക് ചെയ്തിട്ട്? ആ വെരി ഗുഡ്. കണ്ട, അവളൊരു പേജ് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. നൂഹയാണോ എഴുതിയത്? അമ്മയല്ലേ? ഒരു സംശയം ഉണ്ടല്ലോ, അമ്മയുടെ മുഖത്ത് വെക്കുന്നുണ്ട്. വായിക്കുമ്പോഴും അമ്മയുടെ മുഖത്താണ്, എഴുതുമ്പോഴും അമ്മയല്ലേ എഴുതിയെന്ന് ചോദിക്കുമ്പോ അമ്മയുടെ മുഖത്ത് വെക്കുക. കൊറേ പേരുടെ വായിക്കാൻ, നമുക്ക് 8 മിനിറ്റ് ഉണ്ട്. വേഗം വായിച്ചു പൊക്കോ നൂഹ. പലങ്ക് ലുബാബ പലങ്ക് പങ്ക പതങ്ക് ഫർസ ഫൽ ഫുൽ. അടുത്ത വായിക്ക് നോക്കട്ടെ. ബസ് ബത്തക് ബക്കരി ഭവൻ അമ്മ ഇങ്ങോട്ട് മാറിപ്പോയാ നോക്കട്ടെ. അമ്മ മാറിപ്പോയോ? പോയോ? ബുക്കിൽ നോക്കിട്ട് വായിച്ച്, ബുക്കിൽ നോക്ക്. ആ കിട്ടുന്നില്ല, അതാണ് അവിടെ. ഏ എന്താ വായിക്കുന്നേ? പറഞ്ഞു. ഭഗത്. വെരി ഗുഡ്. നെക്സ്റ്റ് ഹലു. ഭവൻ. മക്കളെ നിങ്ങളുണ്ടല്ലോ, ഇവിടെ പിക്ചറാണ് നോക്കേണ്ടത്. ലെറ്റേഴ്സ് നമുക്ക് വായിച്ച് പഠിക്കാം, നമ്മൾക്ക് വേർഡ്സ് ഒന്നും എക്സാമിന് തരില്ല, നിങ്ങൾക്ക് പിക്ചറാണ് തരിക. ഭവൻ എന്നുള്ള ബിൽഡിങ്ങിന്റെ പിക്ചർ തന്നിട്ട് അതെന്താണെന്നാണ് ചോദിക്കുക. അപ്പൊ ആ ബിൽഡിങ് പിക്ചർ നോക്കിയിട്ട് വേണം നമ്മൾ ആ പിക്ചർ നെയിം പഠിക്കാൻ. ലെറ്റേഴ്സ് കൂട്ടി കൂട്ടി വായിച്ച് വേർഡ് എഴുതാനാണെങ്കിൽ നമുക്ക് ലെറ്റേഴ്സ് കൂട്ടി കൂട്ടി വായിച്ചാൽ കിട്ടും. ആ പിക്ചർ നെയിം ആദ്യം നമ്മൾ പിക്ചർ കണ്ട് മനസ്സിലാക്കി അത് പഠിക്കണം. ഓക്കെ നൂഹ? നൂഹ സ്റ്റക്കായി പോയി. ഓക്കെ, എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ, പിക്ചർ നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഒരാളോട് മാത്രമായിട്ട് പറയുന്നതല്ല. ഹേബിൾസിൻ്റോ? ഞാനൊന്ന് ചോദിക്കാം. ഓക്കെ ഏബൽ. ഏതൻ നെക്സ്റ്റ് വായിച്ചേ. ബാക്കിയുള്ള രണ്ട് ലെറ്റേഴ്സ് വായിക്കാം. ഓക്കെ മോനെ, ഓക്കെ മതി. ആദിഷ് അതിന് ബാക്കിയായിട്ടുള്ള വായിക്കും. ബാസെ बकरी बदक बासे बकरी बासे बदक बदक बालू भवन. ഓക്കെ. ബാലു കണ്ട് ഭവനാണോ?
ഫകത്ത് അതെ ഓക്കെ ഓക്കെ ഫ എന്ന് പറയണം കേട്ടോ കുറച്ച് ഇതാണ് ഫാത്തിമ മെഹറിൻ മാസേ മാസേ മക മക മാസേ മഗർ മാസേ മച്ചലി ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് മതി മോളെ മതി ക്ലാസ് കേട്ടല്ലേ ഈശാനി പാസേ പാസേ പലക് പങ്ക ഫാസേ ഫർസ ഫാസേ ഫൽ ഫാസേ ഫൂൽ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഉമർ ജാഫർ ഫാസേ പാ പലക് ഫാസേ പങ്ക ഫാസേ പദക് ഓക്കെ ബാക്കി വായിക്കാം കേട്ടോ വീട്ടിൽ നിന്ന് വായിക്കാം അഭിനവ് പച്ചപ്പരന്ത് പച്ചപങ്ക പച്ച പരന്ത് പച്ച പർസ പച്ച പൽ പച്ച ഫുൾ വെരി ഗുഡ് വെരി ഗുഡ് മതി മനം എന്താണ് അൻവിത ഓ വെരി ഗുഡ് അൻവിത എഴുതി കഴിഞ്ഞു കണ്ടോ പാ പാ ബാ പമ്മ എഴുതി കഴിഞ്ഞു മിടുക്കി ഓക്കെ നമ്മുടെ ടൈം തീരാൻ പോവാണ് എല്ലാവരും എന്ത് ചെയ്യണം ഹോംവർക്ക് ചെയ്യണം എന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ അമ്മയോട് പറയണം ലെറ്റേഴ്സ് എഴുതി ഇടക്കിടക്കെന്നൊക്കെ ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ട് അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കാൻ പറയണം പിന്നെന്താണ് മിസ്സിംഗ് ലെറ്റേഴ്സ് വേണം വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക അല്ലെങ്കിൽ ആ മുതൽ ആ വരെയുള്ള ലെറ്റേഴ്സ് ഒരാക്ഷർ അതിൻ്റെ ഇടയ്ക്കുന്ന് കുറച്ച് ലെറ്റേഴ്സ് മിസ്സാവണം അതായത് ലെറ്റേഴ്സ് എഴുതാതെ ഡാഷ് ഇട്ട് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് ആ മിസ്സായ സ്ഥലത്ത് ലെറ്റേഴ്സ് എഴുതാൻ പറയാ അതേപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങൾക്ക് ക ഡാഷ് ഖ ഗ ഡാഷ് ങ അങ്ങനെ കൊടുക്കാം അതുപോലെ യാ ലാ ലാവ് എഴുതുമ്പോൾ യാ ഡാഷ് ലാ ഡാഷ് അങ്ങനെ കൊടുക്കാം അപ്പം നെക്സ്റ്റ് ലെറ്റർ അവർ എഴുതിക്കോളും എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം then our class is over okay bye bye see you bye Thank you, Miss. ഇന്ന് ഇനി Bye bye, Miss. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ Thank you, Miss. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിസ്സിന് വോയിസ് ആയിട്ട് വായിക്കുന്നത് സെൻഡ് ചെയ്യാം കേട്ടോ ടാറ്റാ ബൈ ബൈ Tata.